നിങ്ങളുടെ മൂഡ് ശരിയല്ലേ? അല്ലെങ്കിൽ ശരിയാക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ഇംപ്ലാന്റ് ഉണ്ട്. വിഷാദം, OCD, അപസ്മാരം തുടങ്ങിയ അവസ്ഥകൾ കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. മസ്തിഷ്ക പ്രവർത്തനം മാറ്റുന്നതിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന ബ്രെയിൻ ഇംപ്ലാന്റ് പരിശോധിക്കുന്നതിനായി NHS 6.5 ദശലക്ഷം മുടക്കി ട്രയൽ ആരംഭിക്കുന്നു. ഫോറസ്റ്റ് ന്യൂറോടെക് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം തലയോട്ടിക്ക് താഴെയും തലച്ചോറിന് പുറത്തുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വിഷാദം, OCD, ആസക്തി, അപസ്മാരം തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ന്യൂറോണുകളെ ഇത് ലക്ഷ്യമിടുന്നു. ഏകദേശം 30 രോഗികളിൽ ഈ നോൺ ഇൻവേസീവ് ടെക്നിക്കിന്റെ സുരക്ഷയും സഹിഷ്ണുതയും വിലയിരുത്താൻ ട്രയൽ ലക്ഷ്യമിടുന്നു. തകരാറിലായ മസ്തിഷ്ക പ്രവർത്തന രീതികൾ പുനഃസന്തുലനം ചെയ്യുന്നതിലൂടെ വിവിധ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ചികിത്സകളിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള കഴിവും ഈ സാങ്കേതിക വിദ്യയ്ക്കുണ്ട്. UK-യുടെ അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഇൻവെൻഷൻ ഏജൻസി ട്രയലിന് ധനസഹായം നൽകുന്ന നൂതന ന്യൂറോ ടെക്നോളജികൾ പര്യവേക്ഷണം ചെയ്യാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം. വിജയകരമാണെങ്കിൽ നിലവിലുള്ള ചികിത്സകളോട് പലപ്പോഴും പ്രതിരോധശേഷിയുള്ള അവസ്ഥകൾക്കുള്ള പുതിയ ചികിത്സകൾക്ക് ഇത് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ സുനിത വില്യംസ് നേരിടേണ്ടി വരുന്നത് നിരവധി വെല്ലുവിളികൾ. ഇതിലൊന്നാണ് ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുക എന്നത്. കൂടാതെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. 8 മാസത്തിലധികം മൈക്രോഗ്രാവിറ്റിയിൽ ചെലവഴിച്ച വില്യംസിനും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ നേരിടാൻ പോകുന്ന ഗുരുതര പ്രശ്നം ഗുരുത്വാകർഷണമാണെന്ന് ഇരുവരും പറയുന്നു. ഗുരുത്വാകർഷണം ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കും. തിരിച്ചു വരുമ്പോൾ തങ്ങൾക്ക് തോന്നുന്നത് അതാണെന്നും അവർ വിശദീകരിച്ചു. ഗുരുത്വാകർഷണം ശരീരദ്രവങ്ങളെയെല്ലാം താഴത്തെ ഭാഗങ്ങളിലേക്ക് വലിക്കാൻ തുടങ്ങും. പെൻസിൽ ഉയർത്തുന്നത് പോലും ഒരു വ്യായാമം പോലെ തോന്നുമെന്നും CNN നൽകിയ അഭിമുഖത്തിൽ വിൽമോർ പറഞ്ഞു. ബഹിരാകാശത്ത് ദീർഘകാലം കഴിയുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പേടകത്തിൽ അണുബാധ, എല്ലുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ, വികിരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടും. ഇവയെല്ലാം നേരിടാനും അതിജീവിക്കാനുമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നിലയത്തിലുണ്ട്. ബഹിരാകാശ പേടകം എത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും അവിടെ റേഡിയേഷന്റെ അളവ് ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് കൂടുതലായിരിക്കുമെന്നാണ് കണക്ക്. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നു എന്നതാണ് ബഹിരാകാശ സഞ്ചാരികളുടെ പ്രധാന പ്രശ്നം. ഗുരുത്വാകർഷണം അനുഭവപ്പെടാത്ത അവസ്ഥ പേശികളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കും. ശരീരദ്രവത്തിലുള്ള വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയിലും ഏകോപനത്തിലും മാറ്റങ്ങൾ വരുത്തും. ചെറിയൊരു ഭാരം പോലും ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലാകും. അവിടെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളിൽ ചിലത് ഭൂമിയിൽ തിരിച്ചെത്തിയാൽ പോലും തുടരുന്നവയാണ്. എന്നാൽ ഇതെല്ലാം സുനിത വില്യംസ് അവരുടെ നേരത്തെയുള്ള 2 യാത്രകളിലൂടെ അതിജീവിച്ചയാളാണ്. ആ യാത്രകളിൽ അവർ 322 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയ പഞ്ചാബികൾ ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയത് കോടികൾ. 3 സംഘങ്ങളായി ഇന്ത്യയിലെത്തിയത് ഇതുവരെ 332 പേരാണ്. അമേരിക്കയിൽ നിന്ന് ഇതുവരെ നാടുകടത്തപ്പെട്ടത് 332 ഇന്ത്യക്കാരാണ്. ഇതിൽ തിരിച്ചെത്തിയ പഞ്ചാബികളായ 127 പേരാണ് ട്രാവൽ ഏജന്റുമാർക്ക് കമ്മീഷനായി കോടികൾ നൽകിയത്. അമേരിക്കയിലേക്ക് കടക്കാൻ 43 കോടി രൂപയാണ് ഇവർ ഏജന്റുമാർക്ക് നൽകിയത്. അധികൃതർ ശേഖരിച്ച കണക്കുകൾ പ്രകാരം ആദ്യമെത്തിയ സംഘത്തിലുള്ള പഞ്ചാബികളായ 31 പേർ 4,95 ലക്ഷം രൂപയാണ് ഏജന്റിന് നൽകിയത്. രണ്ടാമത്തെ സംഘത്തിലുള്ളവർ 26,97 ലക്ഷവും, മൂന്നാം ബാച്ചിലെത്തിയ 31 പേർ 11,37 ലക്ഷവും ഏജന്റുമാർക്ക് നൽകിയാണ് അമേരിക്കയിലെത്തിയത്. നാടുകടത്തപ്പെട്ട് ഫെബ്രുവരി 5, 15, 16 തീയതികളിൽ 3 സംഘമായി ഇന്ത്യയിലെത്തിയ 332 പേരിൽ 127 പേർ പഞ്ചാബികളായിരുന്നു.
അമൃത്സർ വിമാനത്താവളത്തിലെത്തിയ ശേഷം നാടുകടത്തപ്പെട്ടവർ വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുക ക്രോഡീകരിച്ചത്. ഏജന്റിന്റെ പേര്, നൽകിയ പണം ഏതു വഴിയിലൂടെ US അതിർത്തിയിൽ എത്തി എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്ന് ശേഖരിച്ചു. ആദ്യ ബാച്ചിലെത്തിയവർ വിവരങ്ങൾ നൽകാൻ മടി കാണിച്ചെങ്കിലും പിന്നീടെത്തിയ 2 ബാച്ചിലുള്ളവരും സഹകരിച്ചെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ശരാശരി 40-45 ലക്ഷം രൂപയാണ് ഓരോരുത്തരും ഏജന്റുമാർക്ക് നൽകിയത്. പാകിസ്ഥാൻ, ദുബായ്, ഇറ്റലി, സ്പെയിൻ, മെക്സിക്കോ, US, UK എന്നിവിടങ്ങളിലും പഞ്ചാബിലും ഉള്ളവരായിരുന്നു ഏജന്റുമാർ. എന്നാൽ നാടുകടത്തപ്പെട്ട് തിരിച്ചെത്തിയ പലർക്കും ഏജന്റുമാരുടെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇവർ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നത്. കൂടാതെ ഏജന്റുമാർക്ക് പണം നൽകിയവരിൽ ഭൂരിഭാഗം പേർക്കും രസീതും ലഭിച്ചില്ല. ഏജന്റുമാർക്കെതിരെ ചിലർ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും മറ്റു ചിലർ വിമുഖത കാട്ടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.